പവിത്ര, പവിത്ര, ഇവിടെ ഗീത, ഗീത. എന്താ എന്താ ചേട്ടാ? മോളകത്തുണ്ടോ? ഇല്ല, നിങ്ങളുടെ കൂടെ അല്ലേ ആ കിടന്നത്? ഇവിടെ കിടന്നിരുന്നേ. ഇപ്പൊ എവിടെ പോയി കുഞ്ഞിനെ നോക്കാൻ പോലും നിങ്ങൾക്ക് കഴിവില്ല. ചേട്ടാ, പവിത്രയെ കണ്ടു കേട്ടോ. എന്തു പറ്റിയതാ? അളിയ, കൊച്ചിനെ എവിടെയും കാണാനില്ലടാ. ഈ നാട് മൊത്തം തെരഞ്ഞു നോക്കി. ഈ രാത്രിയില് അവൾ എവിടെ പോയിന്ന് പിടികിട്ടുന്നില്ലടാ. പവിത്ര, പവിത്ര, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ? ഡാ, അവൾക്കൊന്നും സംഭവിക്കില്ല. വെറുതെ ഇരിക്കടാ. അതല്ലടാ ഞാൻ. നീ ഒന്ന് വെറുതെ. ഡാ, കേട്ടെ, തെക്ക് വശത്ത് ഏതോ ഒരു നായ ഉറയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? മോളെ പവിത്ര, കൊച്ചിനെ നോക്കണ്ട, എന്ത് കാണിച്ചോണ്ടിരിക്കുന്നു? എന്ത് കഷ്ടമായതൊക്കെ. നന്നായിട്ടൊന്ന് തേടി നോക്ക്, എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെയല്ലേ ശബ്ദം കേട്ടത്? ഹേയ് മോളെ, ഹേയ് എടാ മോളെ, ഹേയ് ഇവിടെന്താ മോളെ ചെയ്യുന്നേ? പവിത്ര, നിന്നെ ആരും ഇങ്ങോട്ട് പിടിക്കണോ മോളെ? നീ എവിടെ പോയതായിരുന്നു? നീ അച്ഛന്റെ അടുത്തല്ലേ കിടന്നുറങ്ങിയിരുന്നേ? എന്ത് കഷ്ടമാണ്. അല്ലട്ടാ, കൊച്ചിനെ ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ? അടുത്താ കിടന്നോണ്ടിരുന്നേ. പെട്ടെന്ന് നോക്കി ഇവിടെ കാണാനില്ല. ഇവിടെ എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയില്ല. നീയാ നോക്കേ, ഒരു ചുരുട്ട് കിടക്കുന്നേ. ഇത് മുത്തുവിന്റെ പണിയാന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചുരുട്ട് വലിക്കുന്നത് ആകെ അവൻ മാത്രമേ ഉള്ളൂ. ചേട്ടാ, എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? കൊച്ചു ഉറക്കത്തിൽ നടന്നു വന്ന് നിൽക്കുമായിരുന്നു. വെറുതെ അനാവശ്യം പറയുന്നത് കേട്ടോ. ആദ്യം ഇവിടുന്ന് പോയിക്കേ നിങ്ങള്. ഞാനെന്തെങ്കിലും പറയും കേട്ടോ. എല്ലാരും ഇവിടുന്ന് പോയിക്കേ. ചേട്ടാ, നിങ്ങൾ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകും. അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു പറയുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അതെന്നെ, രാത്രി ഇപ്പൊ മൂത്രമൊഴിക്കാനും പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നേ. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാടിന് എന്താ പറ്റിയെന്ന് അറിയില്ല. ആ മരിച്ചോയി മുത്തുവിന് പ്രേതം നാട്ടിലൊക്കെ കിടന്ന് അലയുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോ. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? അപ്പുറത്തെ ഗ്രാമത്തില് രാത്രിയായ പേയ് പിശാചെന്ന് പറഞ്ഞ് ഭയന്നിരിക്കുകയാണ് എല്ലാവരും. ഈ കാലഘട്ടത്തിൽ പ്രേതെന്ന് പറഞ്ഞ് ഭയന്നിരിക്കുന്നത് എന്തിനാന്ന്? എന്താടാ, നിങ്ങൾക്കെല്ലാവർക്കും ഭ്രാന്ത് പിടിച്ചോ? നാട്ടിൽ ഭൂതം പ്രേതമുണ്ടെന്ന് പറഞ്ഞ് എല്ലാരും പേടിപ്പിക്കുക. 2 ദിവസം ഒരാൾ നാട്ടിലെന്നും പറഞ്ഞോണ്ട് വായി തോന്നൊക്കെ വിളിച്ചു പറയുന്നത് ശരിയാണോ? നമ്മുടെയൊക്കെ മുത്തശ്ശനും മുതുമുത്തശ്ശന്മാരും ഒക്കെ വർഷങ്ങളോളം താമസിച്ച ഭൂമിയാണിത്. ഇത്രയും കാലം ഇല്ലാത്ത ഭൂതം പ്രേതമൊക്കെ എങ്ങനെയാണ് ഇപ്പൊ വന്നത്? അനിയ, നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കില്ലെന്ന് സത്യം തന്നെയാണ്. എന്നാൽ ആ മുത്ത് മരിച്ചതിന് ശേഷം ഈ നാട്ടിൽ നടക്കാൻ പാടില്ലതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? വയസ്സ് കുറെ ആയില്ലേ, വിവരമില്ലാതെ സംസാരിക്കാതെ. എന്താ അനിയൻ ഇങ്ങനെ പെട്ടെന്ന് സംസാരിക്കുന്നത്? അതുകൊണ്ട് അനിയ, ഞാൻ രാത്രി ഒന്നിന് പോകുന്ന സമയത്ത് ഞാൻ കണ്ടു. നോക്ക്, ഇനി ഇവിടെ അത് വന്നു ഇത് വന്നു പറഞ്ഞ് വല്ല പറഞ്ഞു നടന്നാലുണ്ടല്ലോ, എല്ലാവരും നല്ല പണി തരും. പ്രേതം ഇറങ്ങിയെന്ന് പോയി അവനൊരു പണി നോക്ക്. സ്വന്തം കാര്യം നോക്കാതെ ഓരോന്നും പറഞ്ഞോണ്ടിറങ്ങിക്കാൻ ഓരോ. തനിക്ക് ഇത്രയും പ്രായമായില്ലിടും, എന്നിട്ട് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാവൂ? അനിയ, പറയുന്ന കേക്ക്. അനിയ, ഓ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. വരുമോളെ. നമസ്കാരം. അച്ഛനെ ഉണ്ടേ സ്വാമി. എന്റെ പേര് കൊടി, മിഥുന രാശി, തിരുവാതിര നക്ഷത്രം, ശിവഗോത്രം. ട്രാവൽസ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഇന്ന് നിന്റെ പിറന്നാളാണ്. അതുകൊണ്ട് അമ്മേനെ ദർശിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ? എല്ലാം അവൻ പറഞ്ഞതാണ്. ശരി, പോയിട്ട്. ഹായ് കൊടി, കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? സൂപ്പർ, ഒരുപാട് ഇഷ്ടായി. നിനക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല ഞാൻ. നിനക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമല്ലോ. ഇതാ, നീ ചെയ്ത ജോലിക്ക് എന്റെ ഗിഫ്റ്റ്. അയ്യോ കൊടി, എന്താ സെങ്കൊടി ഇതൊക്കെ? എന്താ കളിക്കുവാണോ? നിന്നെ ഞാൻ പ്രേമിച്ചതിന് ഇതാണ് സമ്മാനം. ഹലോ, ഇത്ര ഡയലോഗ് ഒന്നും അടിക്കണ്ട. നീ ചെയ്ത ജോലിക്ക് ദാക്കൂലി. ഇത് തന്നെയല്ലേ നീ പ്രതീക്ഷിക്കുന്നത്? വേണ്ട സെങ്കൊടി, എന്നാലും നിനക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അതേടാ, ഞാൻ അഹങ്കാരിയാ. എന്റെ പുറകെ വരണ്ട, പോ.